സംഭവം നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ആഹാ, അടിപൊളി. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കട്ടൻ കാപ്പി കൊണ്ട് ഒരു മോക്ടെയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, സംഭവം കിടുവാണ്. എന്തായാലും വീഡിയോ കണ്ടിട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കട്ടൻ കാപ്പി വെച്ചിട്ടാണ് നമ്മുടെ മോക്ടെയിൽ എന്നറിയാലോ. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ? കട്ടൻ കാപ്പി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലല്ലോ, പാലിലുണ്ടാകുമ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരേ സാധനം തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് മെയ്ഡ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഓപ്ഷണലല്ല, എന്നാലും വേണ്ട ചേരുവകളാണ്. നമുക്ക് ഓപ്ഷണലായിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് മെയ്ഡ്. ആണ് നമുക്ക് അടുത്ത് വേണ്ട ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ്. ലെമൺ ഒരു കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ലെമൺ ജ്യൂസ് കുഴച്ച് കഴിഞ്ഞ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ ജാർ എടുക്കുക. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞൊരു ജാർ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5, 6, 7, 8 ഐസ് ക്യൂബ്സ് നമ്മൾ അതിലിട്ട് കൊടുത്താൽ കുറച്ചും കൂടി തണുപ്പിനനുസരിച്ച് ഐസ് ക്യൂബ് എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കോഫി ഒഴിച്ച് കൊടുക്കാൻ. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു, പിന്നെ കോഫി ഒഴിച്ച് കൊടുക്കുക. അതായത് കട്ടൻ കാപ്പി നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഫ്ലേവർ അനുസരിച്ച്, എത്രത്തോളം കടുപ്പോ കുറച്ച് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്ന പോലെ സെയിം മെത്തേഡിൽ തന്നെ കട്ടൻ കാപ്പി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, വളരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ശരിക്കും മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ലൈറ്റ് ചായയുടെ കണക്ക് വരും. അപ്പോൾ നമ്മുടെ സാധനം റെഡിയാവും. നമ്മുടെ മോക്ടെയിലിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലെമണാണ്. ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇത് ലെമൺ ജ്യൂസ് മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് മിൻറ്റ് ലീവ്സ് ഇടാം, ഒറിഗാനോ ഇടാം. അങ്ങനെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില്ലി ഇട്ടാലും കുറച്ചും കൂടി നന്നായിരിക്കും. കുറച്ച് ഫ്ലേവർ നമ്മളെ ക്രിയേഷനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് കുറച്ചും കൂടി അടിപൊളിയാവും. നമ്മുടെ മോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല തണുത്തതായിട്ട് ഇത് കുടിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും. പിന്നെ നമ്മളിപ്പോൾ ഒരു ചൂടുകാലമാണല്ലോ, അപ്പോൾ ഇത് തണുപ്പോടെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും. അതായത് നല്ലൊരു മോക്ടെയിലാണ്. ഇതൊരു വെറൈറ്റി മോക്ടെയിലാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത്, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട്. ഇത് ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സംഭവം കൊള്ളായിരുന്നു. എന്നാലും എന്തായാലും നിങ്ങൾക്കൊന്ന് ടേസ്റ്റുള്ള ബോധ്യം വരുത്തണമല്ലോ, അതുകൊണ്ടാണ് സംഭവം നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ആഹാ, അടിപൊളി. ഒരു കോഫിയുടെ ഫ്ലേവർ ഉണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ മിൻറ്റ് ലീവ്സ് ഒക്കെ കുറച്ചും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ചില്ലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പൈസി ഫ്ലേവറും കൂടി ഉണ്ടാവും. സംഭവം കിടുവായിരിക്കും. എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.